പുഷ്പ 2 2 ദിവസം മുമ്പാണ് കണ്ടത്. പക്ഷെ റിവ്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. സോറി ഫോർ ദ ലേറ്റ്. എല്ലാവരും ഇപ്പോൾ റിവ്യൂ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ശാന്തമായിട്ടുണ്ട്. കാരണം 1 ട്രോളും 1 നെഗറ്റീവാണ് ഈ പടത്തിനെ കുറിച്ചിട്ട് വരുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഈ റിവ്യൂ ചെയ്യണമെന്ന് വെച്ചിട്ട് ഈ പടത്തിന് നാളെ പോയി ആൾക്കാർ കാണുന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല ആരും. ഇനിയിപ്പോൾ എത്ര പേര് കാണുമോ ഇനി എത്ര പേര് കാണാണ്ടിരിക്കുന്നൊന്നും നമുക്കറിയില്ല. മാക്സിമം ചിലപ്പോൾ OTT വരാനാണ്, വരുമ്പോൾ കാണാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ പടം ബോക്സ് ഓഫീസ് ഹിറ്റാണ്. കേരളത്തിൽ ബോക്സ് ഓഫീസ് കയറുമെന്ന് എനിക്കറിയില്ല. പടം ഫ്ലോപ്പല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ. ബഡ്ജറ്റ് കാശ് കൊണ്ടാണ് പറയണത്, അതല്ലാണ്ട് കഥ പൈസ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പൈസയൊക്കെ പടം ഫ്ലോപ്പാണ്. 3 മണിക്കൂറുണ്ട് പടം. ഞാനൊരു അല്ലു അർജുൻ ഫാനാണ്. ഇന്ന് കരുതിയിട്ട് അല്ലു അർജുൻ്റെ പടം ഈ പടം പോയി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള റിവ്യൂ ചെയ്യണമെന്നല്ല. കാരണം എനിക്കിപ്പോൾ അധികം റീച്ചൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യണത്. അപ്പോൾ എനിക്കധികം റീച്ചുമില്ല, എനിക്ക് അധികം വ്യൂവേഴ്സ് ഇല്ലാത്തത് കൊണ്ടും എനിക്കിപ്പോൾ തള്ളി പറഞ്ഞാലും തള്ളാണ്ട് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും എനിക്ക് കിട്ടുന്നത് തന്നെ എനിക്ക് കിട്ടുള്ളൂ. അതിന് കൂടുതലൊന്നും ഇതിന്ന് കിട്ടാനൊന്നും പോണില്ല. അപ്പോൾ പടത്തിനെ കുറിച്ച് നമുക്ക് പറയാം. 3 മണിക്കൂർ പടമുണ്ട്. 3 മണിക്കൂർ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ അവസാനം എത്തുമ്പോൾ ലാഗ് ഫീൽ ചെയ്യും. കാരണം അടുപ്പിച്ച് 2 പാട്ടിട്ടുണ്ട് ഈ സിനിമയിൽ. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഈ സിനിമയിൽ പാട്ടൊക്കെ ഒരെണ്ണം മതി. പാട്ടിനൊന്നും ഒരാവശ്യമില്ല. 2 പാട്ട് അടുപ്പിച്ചിട്ടുണ്ട്. ഇമോഷനെ കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ 2 പാട്ടൊക്കെ അടുപ്പിച്ച് ഒരു സിനിമയിലേക്ക് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിരുന്ന് കാണാം ഗൈസ്. അത് ഇതിൻ്റെ ഫസ്റ്റത്തെ നെഗറ്റീവാണ്. ശരിക്കും നെഗറ്റീവ് പറയാൻ മാത്രം ഈ പടം ഉണ്ട്, ട്രോള് ചെയ്യാനും ഈ പടം ഉണ്ട് എന്ന് കരുതി ഈ സംഭവങ്ങൾ കൊണ്ട് ഈ പടം പൊട്ട പടാന്ന് പറയാൻ പറ്റില്ല നമുക്ക്. കാരണം മേക്കിംഗ് സൈഡൊക്കെ വേറെ ലെവല. ക്യാമറ മൂവ്മെൻറ്റും ട്രാൻസാക്ഷനും ഗ്രേഡിങ്ങും സിനിമോട്ടോഗ്രാഫിയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫൊക്കെ സീനാണ്, അടിപൊളിയാണ് ഫസ്റ്റ് ഹാഫ്. ഫൈറ്റ് സീനാണ്, ഭയങ്കര ഓവർ ഫൈറ്റാക്കുക. ഒരൊറ്റ ഫൈറ്റ്, ക്ലൈമാക്സ് ഫൈറ്റ് കുറച്ച് അങ്കക്കെട്ടാണ് ഗൈസ്. കുറച്ചല്ല, നമുക്ക് പറ്റില്ല. എന്തുട്ട കാണിക്കുന്നത് 1 സീനാണത്. പിന്നെ ഫസ്റ്റ് സിനിമ തുടങ്ങുമ്പോൾ ഒരു ഫൈറ്റ് ഉണ്ട്, അത് പിന്നെ സിനിമയ്ക്ക് കണക്റ്റായി പോണില്ല. അത് വെറുതെ ഒരു സീൻ എന്നുള്ള ഒരു ബേസിലാണ് ഇരിക്കുന്നത്. കാരണം അത് അല്ലു അർജുൻ്റെ ഇൻട്രോ സീനാണ്. 2 ഇൻട്രോ ഉണ്ട്. അല്ലു അർജുൻ അടിപൊളിയായിട്ട് ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ സീൻ ചിലപ്പോൾ ഇനി 3-ാം പാർട്ടിലേക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ആ സീൻ വേണമായിരുന്നു എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. സെക്കൻഡ് ഹാഫിൽ 3/4 ഭാഗത്തോളം രസം തന്നെയാണ് സിനിമ. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഇമോഷൻ കയറ്റി കുറച്ച് സീനുകളുണ്ട്, അതൊന്നും വേണ്ടായിരുന്നു. കാരണം നല്ല രീതിയിൽ സിനിമ അതൊക്കെ സിനിമ വലിച്ചു നീട്ടാനായിട്ടൊരു കാരണമാണ്. പിന്നെയുള്ള ഫൈറ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൈലായിട്ടുള്ള ഫൈറ്റാണ്. ഇപ്പോൾ വൈകുണ്ഠാപുരത്തിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഫൈറ്റുകളുണ്ട്. അതിന് ശേഷമൊക്കെ ഈ DJ അങ്ങനെയുള്ള കുറച്ച് അല്ലു അർജുൻ്റെ സിനിമയിൽ ഇങ്ങനെയാണ് ഫൈറ്റുകൾ വരുന്നത്. അതൊക്കെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അത് ഇത്തിരി കുറച്ചുകൂടി ഓവറായിട്ട് കയറ്റി. കാരണം പുഷ്പരാജാണ് ആള്. അപ്പോൾ ഇതിൽ ഇമോഷനായാലും ഫൈറ്റ് സീനായാലും ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ സീനായാലും മാസമായാലും എന്ത് പണ്ടാറായാലും അതൊക്കെ അളവിൽ കൂടുതൽ ചേർത്തേക്കാണ്. അതാണ് നമുക്ക് ദഹിക്കാത്തത്. വേറെ പ്രശ്നങ്ങളൊന്നും ഈ സിനിമയിലില്ല. പെർഫോമൻസ് വൈസ് എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ഫഹദ് സെയിമാണ്. ഫസ്റ്റിലേനായിട്ടും കൂടുതലും ഇതിൽ സ്ക്രീൻ ടൈമുണ്ട്, പെർഫോമൻസ് ഉണ്ട്. ഫഹദ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫഹദ് ഇപ്പോൾ ചെയ്തു വരുന്ന കുറച്ച് ക്യാരക്ടറുകളൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലായി തുടങ്ങി. ഏകദേശം എല്ലാത്തിലും ഒരേ സാധനത്തിലേക്ക് കടന്നു തുടങ്ങി. ചൊയ മാറുന്നില്ല ഇപ്പോൾ ക്യാരക്ടേഴ്സിന്. അഭിനയത്തിലൊക്കെ സാമ്യം തോന്നുന്നുണ്ട് പല ഇതിനും. അങ്ങനെ ഇനി ഇത് മാറ്റി ചെയ്തില്ലെങ്കിൽ ആൾക്ക് ഇനി വലിയ ഇപ്പം കിട്ടണ ഹൈപ്പൊന്നും കിട്ടില്ല. ആള് കളം മാറ്റി ചവിട്ടേണ്ട സമയമായില്ല. മാറ്റി ചവിട്ടെന്ന് വിചാരിക്കാം. മൊത്തത്തിൽ പടം 3/4 ഭാഗം വരെ ഓക്കെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് ദഹിക്കില്ല. തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വിഷ്വലൊക്കെ നല്ല വിഷ്വലാണ്. അതിൽ പെട്ടപ്പെട്ട സീനുകളുണ്ട് പടത്തിൽ. അതാണ്, പെട്ടപ്പെട്ട സീനുകൾ പടത്തിലുണ്ട്. അതേപോലെ തന്നെ വലി സീനുകളുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ പടം ഒരാളോട് പോയി പറയാൻ ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈപ്പ് വന്നിട്ടുള്ള എല്ലാ പടങ്ങൾക്കും അതിൻ്റെ ലെവലിലുള്ള നെഗറ്റീവ് ഹൈപ്പ് വന്നിട്ടുണ്ട്.
നല്ല പടമായാലും പൊട്ട പടമായാലും ഇന്ത്യൻ 2, കങ്കുവ, ഗോട്ട്, പിന്നെ വേട്ടയൻ കാര്യമില്ല, പിന്നെ ഇപ്പോൾ പുഷ്പ, ഇതൊക്കെ നല്ല ഹൈപ്പ് വന്നിട്ടുള്ള പടങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ 2 എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ അതിൽ അവർ ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഭയങ്കര ഓവറായിട്ട് വന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും ഒരു പരീക്ഷണമായിട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ചിലത് നടന്മാർക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്, ചിലത് ക്യാരക്ടർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എല്ലാം പാളിപ്പോയി നല്ല രീതിയിൽ. കാരണം പുതുമകളൊന്നും ഈ ഒരൊറ്റ സിനിമകൾ കൊണ്ടുവരാൻ ആർക്കും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ പോയി കാണാം. ഇപ്പം ഈ പറയണ ട്രോളാനുള്ള സിനിമയുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ സിനിമ കാണാണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബാക്കിയുള്ളവർ എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മെൻറ്റാലിറ്റി പോലെ കാണാൻ അഭിപ്രായം രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ വരുന്നവരിക്കും